നല്ല അത്യുഗ്രൻ പനി പിടിച്ചിരിക്കുമ്പോഴേ എന്തായാലും സ്പൈസി ഫുഡ് ഒരു വീക്ക്നെസ് തന്നെയാണ്. എന്നാൽ പിന്നെ നമുക്ക് കൊച്ചുള്ളി ചിക്കൻ റെഡിയാക്കാം. കൊച്ചുള്ളി കൂടുതൽ വേണം. ഒരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത്ര എരിവ് പറ്റാത്തവർ ആഡ് ചെയ്യരുത്, കാരണം മുളക് പൊടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാരിനേഷൻ പറഞ്ഞിട്ടുണ്ട് കാര്യമില്ലല്ലോ. എന്തായാലും സവോള, കൊച്ചുള്ളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇങ്ങനെയാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എപ്പോഴും ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. രണ്ടും കൂടെ അരച്ച് ഫ്രിഡ്ജിനകത്ത് ഒരു കുഞ്ഞു പാത്രത്തിൽ അടച്ച് വെച്ചേക്കും. കൂടുതൽ ദിവസം എടുക്കാനാണെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചാൽ മതി കേട്ടോ. എന്തായാലും ടൊമാറ്റോ ഇട്ട് ടൊമാറ്റോ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിനുവേണ്ടി അടച്ചു വെച്ചു. എന്നിട്ട് മസാലാസ് എടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല 2 സ്പൂണ്, 1 സ്പൂൺ കുരുമുളക്, പിന്നെ കുറച്ച് പെരിഞ്ജീരകവും കറുവപ്പട്ടയും ചേർക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ നമുക്കിനി മസാലാസ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും. അതല്ല ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഗ്രേവിയാക്കി എടുക്കാം. ഇതിന് ലാസ്റ്റ് മല്ലിച്ചപ്പും കൂടെ വിതറി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് കൊച്ചുള്ളി ചിക്കൻ ഇവിടെ റെഡിയാണ്.